ഒരു രാജാവിനെപ്പോലും മൗനത്തിലാക്കിയ ഒരു ഗുരുവിന്റെ പരീക്ഷ നിങ്ങൾക്കറിയാമോ? ഒരാൾ മാത്രം സിൽബാരിപുരം രാജ്യം. ഗുരുകുലത്തിൽ പഠിച്ച 2 ശിഷ്യന്മാർ രാജ്യത്തെ മന്ത്രിയുടെ മാളികയിൽ നിന്ന് സ്വർണം മോഷ്ടിച്ചു. രാജാവ് ഞെട്ടി. രാജ്യമലഞ്ഞു. കള്ളന്മാരാക്കുന്ന വിദ്യയാണോ? രാജാവ് ഗുരുവിനെ ചോദിച്ചു. വീരമണി മൗനമായി തലകുനിച്ചു. ശിക്ഷ മാത്രമല്ല, കാരുണ്യവും നിർബന്ധമാണെന്ന് മനസ്സിലാക്കി. ഇനി ആശ്രമത്തിൽ ഒരു ശിഷ്യനെ മാത്രം സ്വീകരിക്കും. അവനെ ഞാൻ പരീക്ഷകൾ വഴി തിരഞ്ഞെടുത്ത് മാത്രം അനുവദിക്കും. പടവാതിലിലൂടെ വൃദ്ധൻ വിറകുകെട്ടുമായി വരുന്നു. പല കുട്ടികൾ കടന്നുപോയി. പക്ഷേ ഒരു ബാലൻ സഹായിച്ചു. ഇതാണ് ആദ്യ പരീക്ഷ. അമ്മ വാഴപ്പഴം കൊടുത്തു. മിക്കവരും ഗ്രീഡിയായി കഴിച്ചു. ശങ്കുണ്ണി പൊളിച്ചു പകുതി. പിന്നീട് മറ്റുള്ളവർക്കും കൊടുക്കാൻ തയ്യാറായി. പൂക്കൾ കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. മിക്കവരും തീർന്ന പൂക്കൾ കൊണ്ടുവന്നു. 4 പേർ മാത്രം പൂമൊട്ടുകൾ സമർപ്പിച്ചു. മറ്റുള്ളവരുടെ പൂക്കൾ വാടാതിരിക്കണം എന്ന ബോധത്തോടെ. അമ്മ തിണ്ണയിൽ കത്തികൾ വെച്ചു. വായ്ത്തലിൽ പിടിച്ചുമാത്രം കൈമാറാൻ തയ്യാറായ ശിഷ്യൻ. ഇതാണ് മറ്റുള്ളവരിൽ വ്യത്യാസം കാണിച്ച മനസ്സ്. അവനാണ് ശങ്കുണ്ണി. ഇരുണ്ട പരീക്ഷകളുടെ നടുവിലൂടെ മാത്രം വിജയം നേടിയത്. സാധാരണ ബാലൻ, പക്ഷെ ഹൃദയത്തിൽ മഹാനായ കുട്ടി. രാജാവും മന്ത്രിയും ക്ഷമാപണം നടത്തി. വിദ്യ ബുദ്ധി നൽകും, പക്ഷെ കരുണ മനുഷ്യനെ ഉയർത്തും. ഈ പാഠം രാജ്യം പഠിച്ചു. നിങ്ങൾക്കും ഇത്തരമൊരു കഥ മനസ്സിലായി ആഗ്രഹമാണോ? ലൈക്ക് ചെയ്യൂ, കമന്റ് ചെയ്യൂ, ഷെയർ, സബ്സ്ക്രൈബ്.